Hello, dear students. Welcome to the online lecturing for speaking skill in transaction. We have been dealing with speaking skill for the last two classes, and now we have to go ahead with the areas that we have in this module, speaking skill. So till now we had a discussion on the based on the first some areas on speaking skills. Now we can just move to the another part. You can see more expressions. You can see on the display more expressions, and this was the last area that we had discussed. Yes, I think. And now we have to cover language focus. You can see a title called language focus and useful expressions. So we can start from this point onwards for today's lecture. So welcome back again. So you can take your textbook. You have to take your textbook because you have to mark something on your textbook with pen or pencil. So please take your textbook, please open it to the page number 100 in old textbook. So language focus, useful expressions. You can see I beg to differ. ഇവിടെ നമുക്കൊരു പോയിന്റ് കാണാൻ പറ്റും. ഐ ബെഗ് ടു ഡിഫർ. പ്രധാനപ്പെട്ട നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഐ ബെഗ് ടു ഡിഫർ. ഫോർമലായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐ ബെഗ് ടു ഡിഫർ. എന്തിനെന്ന് വെച്ചാൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല, നമ്മളുടെ വിയോജിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസഗ്രീമെൻ്റ് എന്ന് പറയും, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ബെഗ് ടു ഡിഫർ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറയാണ് ഹീസ് എ സ്മാർട്ട് മാൻ, അവനൊരു സ്മാർട്ടായിട്ടുള്ള ആളാണ്. ഇപ്പം നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല, നിങ്ങൾ പറയാണ് ഐ ബാക്ക് ടു ഡിഫർ, ഐ ബാക്ക് ടു ഡിഫർ, ഹീ ഈസ് നോട്ട്, ഐ ബാക്ക് ടു ഡിഫർ, ഹീ കാൻ ബി, അവനായിരിക്കില്ല, ഐ ബാക്ക് ടു ഡിഫർ, അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ അതിനോട് നമ്മുടെ വിയോജിപ്പ് കാണിക്കുകയാണ്. അയാൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മൾ നമ്മുടെ വിയോജിപ്പ് കാണിക്കുകയാണ്. ഇതിനാണ് ഐ ബാക്ക് ടു ഡിഫർ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, യു ക്യാൻ സേ ദാറ്റ് അഗെയിൻ. അടുത്ത പോയിൻ്റാണ്, ഇത് ഇൻഫോർമലാണ്, ഫോർമലല്ല. നമ്മളൊരു നമ്മുടെ ഫ്രണ്ട്സിനോടും അങ്ങനെ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരോടൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. അപ്പോൾ ഫോർമലല്ല, ഒരു ഓഫീസ് യൂസ് അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും യു ക്യാൻ സേ ദാറ്റ് അഗെയിൻ. ഇതെന്താണ്? ഇത് ഒരാൾ പറഞ്ഞൊരു കാര്യത്തോട് നമ്മൾ യോജിക്കുകയാണ്, നമ്മുടെ യോജിപ്പിനെയാണ് കാണിക്കുന്നത്. ഐ മീൻ നമ്മുടെ എഗ്രിമെൻറ്റ്, നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്, യോജിക്കുന്നുണ്ട്, അതിനെയാണ് ഇത് കാണിക്കുന്നത്. യു ക്യാൻ സേ ദാറ്റ് അഗെയിൻ. അപ്പോൾ നിങ്ങളോടൊരു ആൾ വന്നിട്ട് പറയാണ് ഹീസ് എ ഗുഡ് മാൻ. അപ്പോൾ നിങ്ങൾ പറയാണ് യു ക്യാൻ സേ ദാറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, അയാൾ ഒരു നല്ല മനുഷ്യനാണ്. ഷീസ് എ ഗുഡ് സിംഗർ. അപ്പോൾ നിങ്ങൾ പറയാണ് യു ക്യാൻ സേ ദാറ്റ് അഗെയിൻ. നിങ്ങൾക്കത് പറയാൻ പറ്റും, കാരണം എന്താ, അവൾ നല്ലൊരു പാട്ടുകാരിയാണ്. ഓക്കെ, സോ കം ടു എക്സസൈസ് 3. In pairs groups, take a close look at the above expression as mark 1, 2 and 3 for those expressions used to show agreement, disagreement and preferences respectively. Mark 4 for the other type of sentences. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 1 minute I can show that again. യെസ്, ദിസ് വൺ മോർ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നമ്പർ 100-ലുള്ള ഈ ഒരു കുറച്ചൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്, പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ് അങ്ങനെ പറഞ്ഞിട്ട് ഇത് കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് പെയറായിട്ട്, അല്ലെങ്കിൽ നമ്മളിത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാൻ പറ്റും അതിൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഇല്ലേ, അതിൽ നമ്മൾ ടേബിൾ കൊണ്ടുവരിക. ഒരു ടേബിൾ എഗ്രിമെൻറ്റ്, അതിൻ്റെ കീഴിൽ എഗ്രിമെൻറ്റ് ബേസ് ചെയ്ത് വരുന്ന സെൻറ്റൻസുകളൊക്കെ നമ്മൾ എഴുതി വെക്കുക. ഒരു ടേബിൾ ഡിസഗ്രീമെൻറ്റിനാണ്, അതിൻ്റെ കീഴിൽ ഡിസഗ്രീമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതി വെക്കുക. ഒന്ന് പ്രിഫറൻസിനാണ്, മറ്റുള്ള ഒന്നിലും പെടാത്ത, ഈ മൂന്നിലും പെടാത്തത് നമുക്ക് നാലാമത്തെ ഒരു കാറ്റഗറി ആക്കിയിട്ട് എഴുതി വെക്കാം. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. യെസ്, യു കം ടു ഹിയർ. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് എഗ്രിമെൻ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ എഗ്രിമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഒരാളോട് യോജിക്കാണ്, ഒരാൾ പറഞ്ഞൊരു കാര്യത്തോട് മറ്റൊരാൾ യോജിക്കാണ്.
അപ്പോൾ നിങ്ങൾ പറയാണ് വി ക്യാൻ ഹാവ് എ ട്രിപ്പ്, നമുക്കൊരു ട്രിപ്പ് പോവാം. അപ്പോൾ ഒരാൾ പറയുന്നു ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ അറ്റ് ഓൾ, അതൊരു മോശം ഐഡിയ അല്ല, നമുക്ക് പോവാം, നല്ലൊരു ഐഡിയ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതെന്താണ്? എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് വരുന്നത് എഗ്രിമെൻറ്റിലാണ്. ഓക്കെ, യെസ്. ഡി, ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ, അത് എഗ്രിമെൻറ്റിലാണ് വരുന്നത്. ദെൻ യു ക്യാൻ കം ടു ഡിസഗ്രിമെൻറ്റ്. ഇനി നമുക്കുണ്ടാവുക ഡിസഗ്രിമെൻ്റ് ആണ്. അതിൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് വരുന്നുണ്ട്. ഒന്ന്, ഐ തിങ്ക് ഇറ്റ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ. അപ്പോൾ ഇവിടെയുള്ള എ എന്നുള്ള ഒരു പോയിൻ്റ് ഐ തിങ്ക് ഇറ്റ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ് വരുന്നത് ഡിസഗ്രിമെൻറ്റിലാണ്. ഓക്കെ, ഒരാൾ നിങ്ങളോട് പറയാണ് വി ക്യാൻ ഗോ ഫോർ എ ട്രിപ്പ്, ഐ തിങ്ക് ഇറ്റ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റേതായിട്ടുള്ള കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പറയുന്ന ആൾ ഒരു ഡിസഗ്രിമെൻ്റ് ആണത് കാണിക്കുന്നത്, അയാൾക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ്സ് നോട്ട് വർത്ത് ദ എഫേർട്ട്. ഇറ്റ്സ് നോട്ട് വർത്ത് ദ എഫേർട്ട്, യു ക്യാൻ സി പോയിന്റ് ഇ. ഇറ്റ്സ് നോട്ട് വർത്ത് ദ എഫേർട്ട് വരുന്നത് ഡിസഗ്രിമെൻറ്റിലാണ്. ഓക്കെ, നമ്മൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഡിസഗ്രിമെൻ്റ് അയാൾ പല രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. വിയോജിപ്പിനെ കാണിക്കുകയാണ്. ഐ ബെഗ് ടു ഡിഫർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പ്രഷനാണ് ഐ ബെഗ് ടു ഡിഫർ. ഓപ്ഷൻ കെ ഐ ബെഗ് ടു ഡിഫർ, അതും വരുന്നത് ഡിസഗ്രിമെൻറ്റിലാണ്. ഇനി പ്രിഫറൻസ് നോക്കാം. പ്രിഫറൻസ് നമുക്ക് വരുന്നത് ദ വേ ഐ സീ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. ഒരാളുടെ പ്രിഫറൻസ് ആണ്, ഒരാൾക്ക് കുറച്ചും കൂടി താല്പര്യമുള്ള കാര്യങ്ങൾ അയാൾ പറയാണ് നിങ്ങളുടെ കാര്യം പോലെയല്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ ഇത് കുറച്ചും കൂടി ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഒരാളുടെ പ്രിഫറൻസ്, ഒരാളുടെ ഇഷ്ടമാണ് കാണിക്കുന്നത്. ദ വേ ഐ സീ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്, അതെന്താണ്? ആ ഒരു സെൻറ്റൻസ് ഒരാളുടെ പ്രിഫറൻസിനെയാണ് എപ്പോഴും കാണിക്കുക. ഐ വുഡ് റേദർ സ്റ്റഡി ഇറ്റാലിയൻ ദാൻ റഷ്യൻ. ആ ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ വുഡ് റേദർ സ്റ്റഡി ഫ്രഞ്ച് ദാൻ ജർമ്മൻ, ഇറ്റാലിയൻ ദാൻ റഷ്യൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണിക്കുന്നത് ഒരാളുടെ പ്രിഫറൻസിനെയാണ്, ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, ഒരാൾക്ക് ജർമ്മനേക്കാട്ടിൽ കൂടുതൽ പഠിക്കാൻ ഫ്രഞ്ച് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ ടേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് വരുന്നത് അതർ ടൈപ്സ് ഓഫ് സെൻറ്റൻസിലാണ്. ബാക്കി ഇവിടെ ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്, അതെല്ലാം വരുന്നത് അതർ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. ഇൻ മൈ വ്യൂ ഇറ്റ്സ് ബെറ്റർ ടു പോസ്റ്റ്പോൺ ദ മാരേജ്. ഓക്കെ, ഒരാൾ അയാളുടെ അഭിപ്രായം പറയുകയാണ്, അപ്പോൾ ഒപ്പീനിയനാണ്. അപ്പോൾ ഇത് മറ്റുള്ളൊരു കാര്യമാണ്, ഒപ്പീനിയൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഡു യു തിങ്ക് ഗോയിങ് ഷോപ്പിംഗ് അറ്റ് നൈറ്റ് ഈസ് എ ഗുഡ് ഐഡിയ? സജഷനാണ്, ഒരാൾ മറ്റൊരാളുടെ സജഷൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ, അഭിപ്രായം തേർഡാണ്. ഐ വുഡ് ലൈക്ക് ടു യുവർ ഒപ്പീനിയൻ ഓൺ മൈ ടേക്കിംഗ് അപ്പ് കമ്പ്യൂട്ടർ സ്റ്റഡീസ്. കുഡ് യു ഗിവ് അസ് യുവർ വ്യൂസ് ഓൺ ദിസ് ഇഷ്യൂസ്? ഇൻ മൈ വ്യൂ ഇറ്റ്സ് എ ഡേഞ്ചറസ് പ്ലേസ്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? മറ്റുള്ള എക്സ്പ്രഷൻസാണ് വരുന്നത്, എഗ്രിമെൻറ്റോ ഡിസഗ്രിമെൻറ്റോ പ്രിഫറൻസോ അല്ല. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ടുള്ള നമ്മുടെ ജോബ് ഏകദേശം തീർന്നു. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് പോവാം. യു ക്യാൻ സീ പോസ്റ്റ് ലേണിംഗ് ടാസ്ക്. Rearrange the following jumbled sentences to get expressions used to show ascent, descent priorities. ഇപ്പം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രയോറിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡിസെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, അസെൻറ്റ് നമുക്ക് ചില സെൻറ്റൻസുകൾ ഫുൾ ഡിസോർഡർ ആയിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ഓർഡർ ആക്കണം. പല വേർഡ്സും അവിടെയും ഇവിടേക്കാണ് കിടക്കുന്നത്, പല കാര്യങ്ങളും അവിടെയും ഇവിടേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഓർഡർ ആക്കിയാലാണ് ഇത് നല്ലൊരു രീതിയിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നോ റീസൺ ഐ ക്യാൻ സീ ടു ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും അതിൻ്റെ ഒരു ആൻസർ. കാരണം ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ്, അതിന് ഓപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു റീസൺ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ എഗ്രി ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, അപ്പോൾ അത് എഴുതി വെക്കുക. ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ് എന്നാണ് ഫസ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് വണ്ണിലോട്ട് നോക്കാം. യെസ് ടു ഇറ്റ് ടു സേ ഇറ്റ്സ് ടു ഏർലി. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് സെൻറ്റൻസ് വായിക്കുന്നില്ല, ഞാൻ ആൻസർ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും ആ ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇറ്റ്സ് ടു ഏർലി ടു സേ യെസ് ടു ഇറ്റ്. ഇറ്റ്സ് ടു ഏർലി ടു സേ യെസ് ടു ഇറ്റ് എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് ആണ് അവിടെ എക്സാക്റ്റ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ കിട്ടും, ജംബിൾഡ് സെൻറ്റൻസസ് എന്ന് പറയും. അവിടെയും ഇവിടേക്ക് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഡിസോർഡർ ആയിരിക്കും, നമ്മളത് ഓർഡർ ആക്കണം. ഓക്കെ,
നെക്സ്റ്റ് വൺ നോക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് കുറച്ചൊരു ലെങ്തി സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിലെന്താ പറയുന്നത് നോക്കാം. അത് അവിടെ നമുക്ക് എക്സാക്ട്ലി വരുന്നത് ഐ വുഡ് റേദർ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ദ മൂവ് ദാൻ ഡ്രോപ്പ് ഇറ്റ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ് അവിടെ വരുന്നത്. ഐ വുഡ് റേദർ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ദ മൂവ് ദാൻ ഡ്രോപ്പ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് മുന്നോട്ട് പോകുന്നതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഏതിലുപരി ഡ്രോപ്പ് ഇറ്റ്, അതിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ അതുമായി മുന്നോട്ട് പോകാനാണ് അയാൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡിസോർഡർ ആക്കിയിട്ട് നമുക്ക് തന്നിക്കാണ് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ നോക്കാം. ഐ തിങ്ക് ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ടു കീപ് മം ഓൺ ദ ടോപ്പിക്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് അവിടെ വരുന്നത്. നമുക്ക് അത് ഡിസോർഡർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, നമ്മളത് ഓർഡർ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക്, ഞാൻ കരുതുന്നു, ഇറ്റ്സ് മച്ച് ബെറ്റർ ടു കീപ് മം ഓൺ ദ ടോപ്പിക്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ എന്താണ്, ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഡിസോർഡറുകളാണ്. ഇങ്ങനെ ഡിസോർഡറായിട്ട് നമുക്ക് തരുന്ന സെൻറ്റൻസുകളെയാണ് ജംബിൾഡ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഐ കുഡ് നോട്ട് എഗ്രി മോർ എന്നാണ് അവിടെ വരുന്നത്. ഐ കുഡ് നോട്ട് എഗ്രി മോർ. 6 1 നോക്കുക. ഐ വുഡ് ഗോ അലോങ് വിത്ത് ദാറ്റ് വ്യൂ. ഐ വുഡ് ഗോ, പിന്നെ വരുന്നത് അലോങ് വിത്ത് ആണ്, പിന്നെ വരുന്നത് ദാറ്റ് വ്യൂ ആണ്. ഐ വുഡ് ഗോ അലോങ് വിത്ത് ദാറ്റ് വ്യൂ. 7th വൺ നോക്കുക. ഗ്രേറ്റ് മൈൻഡ്സ് തിങ്ക് അലൈക്ക്. അതൊരു പ്രൊവേർബ് കൂടിയാണ്. വിജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെ മൈൻഡ് സെറ്റും ഒരേപോലെയാണെന്നാണ് പറയുന്നത്. 8th വൺ യു ക്യാൻ സീ ഓൺ ദിസ് മാറ്റർ ഐ ബെഗ് ടു ഡിഫർ. ഈ ഒരു വിഷയത്തിൽ ഞാൻ വിയോജിപ്പറിയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൺ ദിസ് മാറ്റർ ഐ ബെഗ് ടു ഡിഫർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഐ ബെഗ് ടു ഡിഫർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഡിസോർഡറുകളാക്കിയിട്ട് നമുക്ക് സെൻറ്റൻസ് നൽകിയിട്ടുണ്ടാവും. നമ്മളത് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് ഓർഡർ ആക്കിയാൽ മതി. ഓക്കെ, ഈ ഓർഡർ ആക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചു. നമ്മൾ ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിച്ചു, വൊക്കാബുലറീസ് പഠിച്ചു. അതെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് ഓർഡർ ആക്കുന്നത്. കോൺവെർസേഷണൽ ഫ്രെയിം 3rd. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ഒരു കോൺവെർസേഷണൽ ഫ്രെയിമാണ്. അതിൽ ടാബൂസ് എന്നുള്ളൊരു പോയിൻ്റാണ് പറയുന്നത്. ടാബൂസ് ഒന്നുമില്ല, പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറയില്ല. മതപരമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലോ ഇങ്ങനെ നമ്മൾ ചില വാക്കുകൾ നമ്മൾ സംഭാഷണത്തിൽ യൂസ് ചെയ്യൂല. അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൗ ടു ബി ലിംഗ്വിസ്റ്റിക്കലി tactful when others get something wrong. Conversational taboos are ways of speaking that are tacitly forbidden by social customs and equitants. അപ്പോൾ മതപരമായിട്ടുള്ളൊരു കാര്യത്താലോ അല്ലെങ്കിൽ സമൂഹപരമായിട്ടുള്ളൊരു കാര്യത്താലോ ഒരു വാക്ക് ഒരു സ്ഥലത്ത് ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കാറുണ്ട്. നമ്മൾ ചില വേർഡ്സുകൾ ചില സാഹചര്യത്തിൽ യൂസ് ചെയ്യൂല. അപ്പോൾ അതാണ് ടാബൂസ് എന്ന് പറയുന്നത്. അതാണ് കോൺവെർസേഷണൽ ടാബൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ലേണിംഗ് ടാസ്കിലോട്ടൊന്ന് പോയി നോക്കാം. പേജ് നമ്പർ 101 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യു ക്യാൻ സീ എ സ്മോൾ പാരഗ്രാഫ്, എ സ്മോൾ കോൺവെർസേഷൻ. ഐ ഹാവൻറ്റ് സീൻ ജാനകി ഫോർ ഇയേഴ്സ്. ഹൗ ഷീ? അപ്പോൾ ബി പറയാണ് ഡെഡ്. ഷീ ഡൈഡ് ജസ്റ്റ് ബിഫോർ ക്രിസ്മസ്. വിച്ച് വുഡ് യു പ്രിഫർ ടു സേ? ഷീ പാസ്ഡ് അവേ ഓൺ ജസ്റ്റ് ബിഫോർ ക്രിസ്മസ്. വി ലോസ്റ്റ് ഹെർ ജസ്റ്റ് ബിഫോർ ക്രിസ്മസ്. അപ്പോൾ ഒരാൾ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ പറയുകയാണ് ഷീ ഡൈഡ്. ഡെഡ് എന്ന് പറഞ്ഞാൽ ചത്തുപോയി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നമ്മളങ്ങനെ പറയത്തില്ലല്ലോ, അവൾ ചത്തുപോയി, കഴിഞ്ഞ ക്രിസ്മസിനാണ് അവൾ ചത്തത്, അങ്ങനെ നമ്മൾ പറയില്ല. ഈ പറച്ചിലിനെയാണ് ടാബൂസ് എന്ന് പറയുന്നത്. ഈ പറച്ചിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാറ്? നമ്മളൊരു കുറച്ചൊരു നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലാംഗ്വേജ് ഭാഷ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഷീ പാസ്ഡ് അവേ, മരിച്ചുപോയി എന്നുള്ളതിന് നമ്മൾ പറയുന്ന ഒരു നല്ലൊരു മര്യാദയോടുകൂടി നമ്മൾ പറയുകയാണ് ഷീ പാസ്ഡ് അവേ, അല്ലെങ്കിൽ വി ലോസ്റ്റ് ഹെർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് നോ മോർ, അവളിപ്പോൾ ഇല്ല. നമ്മൾ ഇങ്ങനെ ചത്തുപോയി എന്ന് പറയില്ല, കണ്ടോ? അതിനെയാണ് ടാബൂസ് എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ മര്യാദപൂർവ്വം നല്ല ഭാഷ യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റിയൊക്കെ അവിടെ തരുന്നുണ്ട്. ഡിസ്കസ് ദ വേരിയസ് സോഷ്യലി അപ്രോപ്രിയേറ്റ് വേയ്സ് ഓഫ് സെയിങ് ദാറ്റ് സമ്മൺ ഈസ് ഡെഡ് ഇൻ മലയാളം. അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഒരുപാട് വേർഡ്സുകളുണ്ട്. ഇപ്പോൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നമ്മൾ അയാൾ ചത്തുപോയി എന്ന് പറയില്ല. അതിന് പകരം നമ്മൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പത്രത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അദ്ദേഹം മൃതി അടഞ്ഞു, അദ്ദേഹം നമ്മളിൽ പറയാറുണ്ട് ഇഹലോകവാസം വെടിഞ്ഞു, പരലോകം പൂകി ഓർമ്മയായി, ഇങ്ങനെ ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അദ്ദേഹം സ്മരണയായി,
കാലം ചെയ്തു, രാജാക്കന്മാരൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു മര്യാദപൂർവ്വം ഒരാളുടെ ഒരു മരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു കാര്യമാണ് ടാബൂസ്. ഒരു മര്യാദയും ഇല്ലാതെ നമ്മൾ പറയാണ് അദ്ദേഹം ചത്തുപോയി, അതിനാണ്, അങ്ങനത്തെ വാക്കുകൾക്കാണ് ടാബൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ് എന്നുള്ളൊരു ഭാഗത്തോട്ട് വരാം. You have to be very sensitive when criticizing someone or telling someone about their deficiency or weakness. ഇപ്പോൾ ഒരാളുടെ കുറവിലോ കുറ്റത്തോ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. നമുക്ക് പറയാം, പക്ഷേ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു അവിടെയും ഇവിടെയും തൊടാതെ പറയണം. ഒരാളുടെ മനസ്സിലോട്ട് കുത്തിത്തറക്കുന്ന രീതിയിൽ പറയരുത്. യു മസ്റ്റ് നോ ഹൗ ടു ജെൻ്റ്ലി മേക്ക് സജസ്റ്റൻസ് ആൻഡ് ബി കെയർഫുൾ ഇൻ യുവർ ചോയ്സ് ഓഫ് വേർഡ്സ്. അപ്പോൾ വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അണ്ടർലൈൻ ദ കൺവെർസേഷണൽ ടാബൂസ് ഇൻ ദ ഫോളോയിങ് ഡയലോഗ്സ് ബിറ്റ്വീൻ എ പാരൻ്റ് ആൻഡ് എ ടീച്ചർ. അപ്പോൾ ഇവിടെ ഒരു ടീച്ചറും ഒരു പാരൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രസകരമായിട്ട് കാണാൻ പറ്റും, ടീച്ചർ പല സമയത്തും ടാബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പാരൻറ്റ് പല സമയത്തും ടാബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മര്യാദവും ഇല്ലാതെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. യു ഫൈനലി കെയിം, പാരൻറ്റ് പറയുകയാണ്. അപ്പോൾ വാട്ട് യു വാണ്ട്. അപ്പോൾ ഒരു കുട്ടീൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻറ്റ്സ് മീറ്റിങ്ങിന് ഒരു പാരൻറ്റിനെ വിളിപ്പിച്ചപ്പോൾ ആ ടീച്ചർ പറയാണ്, പാരൻറ്റ് വന്നപ്പോൾ ടീച്ചർ പറയാണ് യു ഫൈനലി കെയിം, നിങ്ങൾ അവസാനം വന്നോ, ഒടുക്കങ്ങൾ വന്നോ, അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഇതിനാണ് ടാബൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റ് പറയാണ് വാട്ട് യു വാണ്ട്, ഞാൻ വന്നോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ടീച്ചറോട് അങ്ങനെ ചോദിക്കോ, ഇല്ലല്ലോ. അപ്പോൾ അതിനാണ് ടാബു എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ പറയുകയാണ് യുവർ ഡോട്ടർ ഈസ് ഡൂയിങ് മിസറബിൾ ഇൻ മൈ ക്ലാസ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ. ഒരു പാരൻറ്റിനെ മുന്നിലിരുത്തിയിട്ട് ഒരു ടീച്ചർ ഒരിക്കലും ഇങ്ങനെ പറയില്ല. മര്യാദപൂർവ്വം നമ്മൾ പറയത്തുള്ളൂ കാര്യങ്ങൾ. അതിനാണ് നമ്മൾ വാക്കുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റ് പറയാണ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്, എന്താ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ടീച്ചർ പറയാണ് ഐ എം എക്സ്ട്രീംലി വറീഡ് അബൌട്ട് ഹെർ സ്റ്റഡി സ്കിൽസ്. അവളുടെ സ്റ്റഡി സ്കിൽസിനെ കുറിച്ച് ഞാൻ വറീഡാണ്, ഒരു ഐഡിയ ഇല്ല. പാരൻറ്റ് പറയുന്നു ഗീവ് എൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരുമോ. ഹെർ മാത്തമാറ്റിക്സ് എബിലിറ്റീസ് ആർ സോ ബാഡ്. അപ്പോൾ ഒരു ടീച്ചർ ഒരു കുട്ടിയെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറയില്ല. അപ്പോൾ ഇതാണ് ടാബൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അധികം ടാബൂസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കാണാൻ പറ്റും, ഈ ഒരു ഭാഗം 102 ടാബൂസ് വെച്ചിട്ടാണ് ഈ കോൺവെർസേഷൻ പറയുന്നതെങ്കിൽ 103 പേജിലോട്ട് വരുന്ന സമയത്ത് നൗ ലുക്ക് അറ്റ് അനദർ വേർഷൻ ഓഫ് ദ സെയിം കോൺവെർസേഷൻ. ടാബൂസ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു പൊളൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ പറയുന്നത്. സെയിം സംഭവമാണ്. അപ്പോൾ അതും നോക്കാം. ഐ എം ഗ്ലാഡ് യു കെയിം, ഹൗ ആർ യു. യെസ്, നല്ലൊരു ലാംഗ്വേജാണ് ടീച്ചർ യൂസ് ചെയ്യുന്നത്. ഒരു പാരൻറ്റ് വന്ന സമയത്ത് ഐ എം ഗ്ലാഡ് യു കെയിം, എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ വന്നതിൽ. ഹൗ ആർ യു, അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പാരൻറ്റ് പറയാണ് ഐ എം ഫൈൻ താങ്ക്സ്, ഐ അണ്ടർസ്റ്റാൻഡ് യു വാണ്ട് ടു ടോക്ക് ടു മീ അബൌട്ട് മൈ ഡോട്ടർ. എനിക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കുട്ടിയെക്കുറിച്ച് എന്നോട് പറയണമെന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയുകയാണ് യെസ് ഐ ഹാവ് സം കൺസേൺസ് അബൌട്ട് ഹെർ സ്റ്റഡി സ്കിൽസ്. അവളുടെ സ്റ്റഡി സ്കിൽസിനെ കുറിച്ച് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉണ്ടോ, ഇവിടെ നല്ല മര്യാദപൂർവ്വമാണ് രണ്ടാളും സംസാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ളൊരു ഭാഷയാണ് നമ്മൾ ഏത് കോൺവെർസേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നിങ്ങളിതൊന്ന് വായിച്ച് നോക്കണം, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യു ക്യാൻ സി യു ആർ റൈറ്റ്, മാത്തമാറ്റിക്സ് ഇസ് നോട്ട് അതർ സ്ട്രോങ് പോയിൻറ്റ്, ഹെർ സ്പെല്ലിംഗ് നീഡ്സ് എ ലിറ്റിൽ വർക്ക്. ടീച്ചർ പറയാണ് ഹെർ സ്പെല്ലിംഗ് നീഡ്സ് എ ലിറ്റിൽ വർക്ക് എന്ന് പറഞ്ഞ സമയത്ത് അവളുടെ സ്പെല്ലിംഗ് കുറച്ചും കൂടി നന്നാക്കണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പാരൻറ്റ് പറയുന്നു ഐ സി, ഇൻ ദാറ്റ് കേസ് വാട്ട് വുഡ് യു റെക്കമെൻഡ്. അത് ശരിയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത് എന്ന് ടീച്ചറോട് പാരൻറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് യു മൈറ്റ് വാണ്ട് ടു കൺസിഡർ എ ട്യൂട്ടർ ഫോർ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് വേണ്ടി നിങ്ങളൊരു ട്യൂട്ടറെ അവൾക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്നത് നല്ലതാണ് പറയാണ്. പാരൻറ്റ് പറയുന്നുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, നല്ലൊരു ആശയമാണ്, ഞാൻ അങ്ങനെ ചെയ്യാം. ഐ വിൽ ഡു എനിത്തിങ് ഐ ക്യാൻ ടു ഹെൽപ്പ് ഹെർ, താങ്ക്സ് ഫോർ വെരി മച്ച്. അപ്പോൾ ടീച്ചർ പറയുന്നു യു ആർ വെൽക്കം, താങ്ക്സ് ഫോർ കമ്മിങ്. കണ്ടുപിടെ നല്ല മര്യാദപൂർവ്വമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുത്തോ ഒരു മര്യാദയോ ഇല്ല. അത്തരം സംസാരത്തെയാണ് കോൺവെർസേഷണൽ ടാബൂസ് എന്ന് പറയുന്നത്. നൗ യു ക്യാൻ ലുക്ക് അറ്റ് എ ടേബിൾ യൂസ്ഫുൾ എക്സ്പ്രഷൻസ്. യു ക്യാൻ സീ സം സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, ഇറ്റ് മൈറ്റ് നോട്ട് ബി എ ബാഡ് ഐഡിയ. അപ്പോൾ ഇവിടെ കുറേ നമുക്ക് സംഭാഷണത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എക്സ്പ്രഷൻസ് ആണ്. ഇറ്റ് മൈറ്റ് നോട്ട് ബി എ ബാഡ് ഐഡിയ, അത് മോശം ഐഡിയ ആവാൻ സാധ്യതയില്ല, നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾ പറഞ്ഞതെന്നാണ് അർത്ഥം. ഐ ഹാവ് സം കൺസേൺസ് അബൌട്ട്, നേരത്തെ ടീച്ചർ പറഞ്ഞ ഒരു വാക്കാണ്. അവളുടെ ഒരു ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ ഹാവ് സം കൺസേൺസ് അബൌട്ട് യുവർ ചൈൽഡ്സ് ലിസണിങ് സ്കിൽ. നിങ്ങളുടെ കുട്ടിയുടെ ലിസണിങ് സ്കില്ലുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ്സ് നോട്ട് വൺ ഓഫ് ഹെർ സ്ട്രോങ് പോയിൻറ്റ്.
ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീക്ക്, മാത്തമാറ്റിക്സിൽ അവൾ വീക്കാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ദാറ്റ്സ് നോട്ട് വൺ ഓഫ് ഹെർ സ്ട്രോങ് പോയിൻറ്റ്. മാത്തമാറ്റിക്സ് എന്നല്ല അവളുടെ ഒരു സ്ട്രോങ് പോയിൻ്റ് അല്ല, അതുകൊണ്ടാണ് അവൾക്കതിൽ പ്രശ്നമുള്ളത്. കണ്ടോ? അപ്പോൾ ഇതിൽ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ആണ്. ഐ എം എ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ് ഇൻ ലിസണിങ് ദിസ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് ഇത് കേൾക്കുന്നതിൽ എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കോൺവെർസേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ ഓൺ കോൺവെർസേഷൻ വെൻ യു സ്പീക്ക് ടു യുവർ ഫ്രണ്ട്സ്, യുവർ കൊളീഗ്സ്, യുവർ ടീച്ചേഴ്സ്, വട്ട് എവർ ഇറ്റ് ഈസ്, യു ക്യാൻ യൂസ് ഇറ്റ്, യു ക്യാൻ ഇൻക്ലൂഡ് ഇറ്റ്. സോ ബൈ ഹാർട്ട് ഇറ്റ്. നെക്സ്റ്റ് പോയിന്റിലോട്ട് നോക്കാം. Some of the things below are said by a very critical teacher and the other way said by a father who wants to protect his daughter in pairs decide who said what. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ടീച്ചർ ഒരു പാരൻറ്റോട് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ മര്യാദ ഇല്ലാണ്ട് സംസാരിക്കുന്നത്, അതേപോലെ പറയാണ്. അതേപോലെ പറയുന്ന സമയത്ത് ആ പാരൻറ്റിന് എന്ത് വേണം? തൻ്റെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, തൻ്റെ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും പാരൻറ്റ് പറയുക. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ വരുന്ന ഒരു പോയിൻ്റ് നോക്കാം. അത്തരം സിറ്റുവേഷൻസിൽ ആരൊക്കെ എന്തൊക്കെ വാക്കുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പേജ് നമ്പർ 104 മൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുക. ഷീ ടോക്സ് ടു മച്ച്. ആരായിരിക്കും പറയേണ്ടാവുക? നമുക്കറിയാം, ടീച്ചറായിരിക്കും. ക്ലാസ് എടുക്കുന്ന സമയത്ത് അവൾ കുറേ സംസാരിക്കുന്നുണ്ട്. ഷീ ടോക്സ് ടു മച്ച്, ടീച്ചറായിരിക്കും പറയുക. അപ്പോൾ അവിടെ നേരെ ടീച്ചർ എഴുതി വെക്കുക. ഷീ ഈസ് എ ബിറ്റ് ഓൺ ദ ടോക്കറ്റീവ് സൈഡ്. അപ്പോൾ പാരൻറ്റ് പറയായിരിക്കും അവൾ കുറച്ചൊരു ടോക്കറ്റീവ് സൈഡിലാണ് എന്ന് പറയുന്ന സമയത്ത് പാരൻ്റ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പാരൻറ്റിനെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, തൻ്റെ കുട്ടിയെ, മകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ടീച്ചറുടെ ആ ഒരു ഇതിൽ നിന്നും, ടീച്ചർ പറയുന്ന ആ ഒരു ക്രിറ്റിസിസം, വിമർശനത്തിൽ നിന്നും തൻ്റെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് പാരൻ്റ് പറയാണ് അവൾ കുറച്ച് ടോക്കറ്റീവ് ഉള്ള ആ സൈഡിലാണ് അവളുടെ ഒരു കാര്യം കിടക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഹെർ വെൻ ഐ വാസ് ഹെർ ഏജ്. ഞാനും അവളെപ്പോലെയായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്നാരായിരിക്കും പറയുക? ഒബ്വിയസ്ലി പാരൻ്റ് ആയിരിക്കും പറയുക. അപ്പോൾ പാരൻ്റ് അവിടെ എഴുതി വെക്കുക, ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ ഹെർ. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് അവൾക്ക്. അത് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്, സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതാരായിരിക്കും പറയുക? പാരൻ്റ് ആയിരിക്കും പറയുക. അവിടെ പാരൻ്റിനെ എഴുതി വെക്കുക. ഷീ റെഫ്യൂസസ് ടു ലിസൺ. ഞാൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ആരായിരിക്കും പറയുക? ടീച്ചറായിരിക്കും പറയുക. അപ്പോൾ അവിടെ ടീച്ചറിനെ എഴുതി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഈ ഒരു ഹോംവർക്കാണ് നമുക്കിവിടെ ഉള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൾ. പോസ്റ്റ് ലേണിംഗ് ടാസ്കിലോട്ടൊന്ന് വരാം. ബിലോ ആർ സം വേസ് ഓഫ് ടെല്ലിങ് സം വൺ ദാറ്റ് യു കാൻറ്റ് ഗിവ് ദം എനി ഓഫ് യുവർ ടൈം അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബിസിയാണ് നിങ്ങൾ. അപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ നിങ്ങളുടെ അടുത്തില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു ആവശ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ, അയാൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങളത് ഡയറക്റ്റ് പറയില്ല, നിങ്ങളത് ഒരു നല്ലൊരു ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ട് പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. Which would you interpret as rude as instance of conversational taboos, right? T for taboo. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ രസകരമാണ്. കാരണം ഒന്ന് ടാബൂസ് ആണ്, ഒരു മര്യാദവും ഇല്ലാണ്ട് നമ്മൾ പറയാണ്. മറ്റേതോ വളരെയധികം നല്ലൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു മര്യാദപൂർവ്വമാണ് നമ്മൾ നമ്മുടെ ആ ഒരു എക്സ്ക്യൂസ്, നമുക്ക് സമയമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊന്ന് നോക്കാം. Go away. ആരെങ്കിലും പറയുമോ? ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ, മൈ കാർ ഈസ് ബ്രേക്ക് ഡൗൺ. എൻ്റെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, എന്നെ സഹായിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അയാളോട് ഗോ അവേ, ഒന്ന് പോവോ, ഒന്ന് പറയുമോ? ഇല്ലല്ലോ. അതൊരു ടാബു ആണ്. അപ്പോൾ അവിടെ ടി എന്ന് എഴുതി വെക്കുക. ടാബുവിനുള്ള എക്സാമ്പിളാണിത്. ഓക്കെ. കാൻഡ് യു സീ ഐ ആം ബിസി. നീ കാണുന്നില്ലേ ഞാൻ തിരക്കിലാണ്. ആരോടെങ്കിലും നമ്മളങ്ങനെ പറയുമോ? അതൊരു കോൺവെർസേഷനിൽ നല്ലൊരു സംഭാഷണ രീതിയല്ല. അതുകൊണ്ട് ടാബു ആണ്. ടി എന്ന് കൊടുക്കുക. ഐ എം അഫ്രൈഡ് ഐ കാൻ റൈറ്റ് നൗ. ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഐ ആം റിയലി സോറി എന്നാണ് എൻ്റെ അർത്ഥം. എക്സ്ട്രീംലി സോറി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഐ എം അഫ്രൈഡ് ഐ കാൻറ്റ് റൈറ്റ് നൗ. എനിക്കതിനിപ്പോൾ കഴിയില്ല. ഐ എം എക്സ്ട്രീംലി സോറി. അപ്പോൾ അതെന്താണ്? ടാബു അല്ല. നമ്മളൊരു മര്യാദപൂർവ്വക്കാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ടാബു അല്ല. അപ്പോൾ അവിടെ നമ്മൾ എഴുതി വെക്കുക നോർമൽ കോൺവെർസേഷനാണ്, ടാബു അല്ല. നെക്സ്റ്റ് വൺ നോക്കുക. നൗ isn't a good time. Now isn't a good time. ഇപ്പോൾ ഒരാൾ നിങ്ങളോടൊരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമാണോ, അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സമയമാണോ നിങ്ങൾ ചോദിക്കുമോ? ഇല്ലല്ലോ, തിരിച്ച് ചോദിക്കൂല. അപ്പോൾ അത് ടാബു ആണ്. ടി എന്ന് കൊടുക്കുക. അഞ്ചാമത്തത് യു ഹാവ് പിക്ഡ് എ ബാഡ് ടൈം. ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുകയാണ്, അപ്പോൾ നിങ്ങളൊരു മോശം സമയത്താണ് ഇത് ചോദിക്കുന്നത് നമ്മൾ ഒരിക്കലും പറയില്ല.
ടാബു ആണ്, ടി എഴുതി വെക്കുക. 6th one, മേ ബി നൗ ഈസ് നോട്ട് എ ഗുഡ് ടൈം. 6ാമത്തേത്, മേ ബി നൗ ഈസ് നോട്ട് എ ഗുഡ് ടൈം. ചിലപ്പോൾ ഈ ഒരു സമയം നല്ലതായിരിക്കില്ല. നമ്മൾ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അയാൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് നമ്മളുടെ റിപ്ലൈ പോകുന്നത്. മേ ബി നൗ ഈസ് നോട്ട് എ ഗുഡ് ടൈം. ചില സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സമയം അതിന് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് പിന്നീട് അത് നോക്കാം, പിന്നീട് ഞാൻ അത് ചെയ്തു തരാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഒരു മര്യാദപൂർവ്വമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ടാബു അല്ല, അവിടെ നോർമൽ എന്ന് എഴുതി വെക്കുക 6ാമത്തതിൻ്റെ നേരെ. 7ാമത്തത്, യു കുഡൻറ്റ് ഹാവ് പിക്ഡ് എ വേഴ്സ് ടൈം. യു കുഡൻറ്റ് ഹാവ് പിക്ഡ് എ വേഴ്സ് ടൈം. ഒരാൾ നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിക്കുന്ന സമയത്ത് അയാളോട് നമ്മളിങ്ങനെയൊന്നും പറയില്ല. യു കുഡൻറ്റ് ഹാവ് പിക്ഡ് എ വേഴ്സ് ടൈം. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് യു കുഡൻറ്റ് ഹാവ് പിക്ഡ്. കുഡൻറ്റ് ഹാവിന് ശേഷം V3 ഫോമാണ് വരുന്നത്. യു കുഡൻറ്റ് ഹാവ് പിക്ഡ്. നിനക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, നിനക്കൊരു ഇതിലാട്ടിയും നല്ലൊരു സമയം നിനക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെയാണ് നീ ചോദിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ടാബു ആണ്, ടാബു എന്ന് എഴുതി വെക്കുക, ടി കൊടുക്കുക. 8ാമത്തതിലോട്ട് പോവാം. ആസ് ഇഫ് ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു ഡു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയാണ് എനിക്കൊന്നും ചെയ്യാനുള്ള ഒരു സമയം ഇപ്പോൾ ഇല്ല. ഒരാളോട് നമ്മൾ അങ്ങനെ പറയില്ല. നമ്മളോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളോട് അങ്ങനെ മറുപടി പറയില്ല. ടാബു ആണ്, ടി എഴുതി വെക്കുക. ഐ എം ബിസി പറയില്ല. ഒരാൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സർ പ്ലീസ് ചെക്ക് ദിസ് നോട്ട്. ഇപ്പോൾ ഞാൻ പറയാണ് ഐ എം ബിസി, ഞാൻ ഇപ്പോൾ ബിസിയാണ്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അതൊരു കോൺവെർസേഷണൽ ടാബു ആണ്, ടി എഴുതി വെക്കുക. ഓക്കെ, ലീവ് മീ അലോൺ, എന്നൊന്ന് വെറുതെ വിടോ, ടാബു ആണ്, ടി എഴുതി വെക്കുക. ക്യാൻ ഐ കാൾ യു ലേറ്റർ. അപ്പോൾ നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഐ ആം എ ബിറ്റ് ബിസി നൗ, ക്യാൻ ഐ കോൾ യു ലേറ്റർ. ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോട്ടെ. അത് ടാബു അല്ല, ഒരു മര്യാദപൂർവ്വമാണ് നമ്മൾ പറയുന്നത്. നോർമൽ കോൺവെർസേഷൻ ആണ്, നോർമൽ എന്ന് എഴുതി വെക്കുക. 12ാമത്തെ നോക്കാം. പെർഹാപ്സ് അനദർ ടൈം. ഒരു പക്ഷേ മറ്റൊരു സമയത്താവാം. പെർഹാപ്സ് അനദർ ടൈം, ഒരു പക്ഷേ മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാണ്. ഒരു മര്യാദപൂർവ്വമാണ് നമ്മൾ പറയുന്നത്. ടാബു അല്ല, നോർമലാണ്, നോർമൽ എന്ന് എഴുതി വെക്കുക. 13ാമത് നോക്കാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഓൺ ദാറ്റ്. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളിലോട്ട് തിരിച്ചു വരാം. അപ്പം നിങ്ങൾ എന്നോടൊരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഓൺ ദാറ്റ്. നിങ്ങൾ ചോദിച്ച കാര്യത്തിലൂടെ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ എന്ന് പറയുകയാണത്. അതാണ് ഇതിൻ്റെ മീനിങ്. ടാബു ആണോ? അല്ല, നോർമൽ കോൺവെർസേഷനാണ്. നമ്മളോട് ചോദിക്കുന്ന ആ ഒരാൾക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നോട്ട് നൗ, ഇപ്പോഴല്ല, പിന്നെ. ടാബു ആണ്, ഒരാളോട് നമ്മളങ്ങനെ പറയില്ല. നോട്ട് നൗ. നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയോ നോട്ട് നൗ, ഇപ്പോഴല്ല, പിന്നെ ചോദിക്കുന്ന പറയോ? ഇല്ലല്ലോ. ടാബു ആണ്, എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. There was no any complexities in our discussion that we had done just now. So for the next time we have to have a look at conversational frame fourth, and then we have to discuss some beautiful things also, so we can do it later. For now you can just focus on the things that we had discussed right now, and if you have any doubts just write it on your notebook, just jot on your own notebook, and you can ask it when I came to your class. Okay, anyway, bye, take care.